കിട്ടി. പിന്നെ അതേപോലെ തന്നെ മഹത്തായിട്ടുള്ള ഉന്നത വ്യക്തികളും വന്നിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും നാമപ്രചരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. അതായത് സാധാരണ ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ചിട്ട് അറിയുവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാമജപം, ഈ ഒരു നാമജപം ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടും. ആ ഒരു നാമജപമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു മഹാമന്ത്രം ഇന്ന് എല്ലാവരെയും കൊണ്ടും നമ്മുടെ പ്രഭുജി ചൊല്ലിപ്പിച്ചു. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഒരുപാട് വ്യക്തികള്, അതായത് സാധാരണ ജനങ്ങള് അദ്ദേഹത്തിൽ നിന്ന് മാല സ്വീകരിച്ചു. അതായത് മാല എന്ന് പറയുന്നത് 108 മുത്തുള്ള ഒരു ജപമാലയാണ്. ഈ ജപമാലയില് നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് അവന്റെ ജീവിതത്തിന്റെ പരിപൂർണത നേടുകയാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു കാര്യമാണ് ഇന്നിവിടെ നടത്തിയത്. പിന്നെ അതേപോലെ ജഗസാക്ഷി പ്രഭുജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ട്രിവാൻഡ്രം ഇസ്കോണിലെ ബ്രഹ്മചാരി പ്രഭുവാണ്. ട്രിവാൻഡ്രം ഇസ്കോണിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇതേപോലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് ഭഗവാനെ കുറിച്ചിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും ഓരോ വ്യക്തികളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടിയിട്ടും ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം നേരിട്ടിട്ട് തന്നിട്ടുള്ള ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടുള്ള ജയപതാക സ്വാമി മഹാരാജാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതായത് ദിവ്യ പൂജ ശ്രീ